തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ കുറച്ച് നേരത്തേക്ക് വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇൻവോളണ്ടറി ആയിട്ട് അവിടെ സലൈവയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കും. അത് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും, സലൈവയുടെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഉമിനീരിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിലെ പല കമ്പോണൻസും അതിൻ്റെ ഒരു ഫ്ലോയും വെച്ചിട്ട്, അതിൻ്റെ ഫിസിക്കൽ പ്രസൻസും വെച്ചിട്ട് ദന്തക്ഷയം വരാതെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ സലൈവയാണ് അല്ലെങ്കിൽ ഉമിനീരാണ്. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഉമിനീരിൻ്റെ ഒരു പ്രവർത്തനം ഗണ്യമായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ അണുക്കൾ പ്രവർത്തിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സോ അത്തരത്തിലുള്ള സ്നാക്സോ ഒക്കെ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. പല ആൾക്കാരും ചിലപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ കഴിച്ചിട്ട് ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും രാത്രി പല്ല് ബ്രഷ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ദിവസവും 2 നേരം ബ്രഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് പല്ലൊന്ന് കഴുകിയിട്ട് വായൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കിടന്ന് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് രാത്രി ബ്രഷ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള സ്നാക്കിംഗ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വായിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ യഥാവിധി നീക്കം ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദന്തക്ഷയത്തിനോ മോണരോഗത്തിനോ ഉള്ള സാധ്യത കൂടുതലാണ്. രാവിലെ ബ്രഷ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഓറൽ ഫ്ലോറയെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കെമിക്കൽസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള തരത്തിലുള്ള ഈ പേസ്റ്റുകൾ അല്ലെങ്കിൽ ഡെന്ററി ഫ്രൈസുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഏറ്റവും പുതിയതല്ല, പണ്ട് കാലത്തൊട്ടേ ഉള്ള ഒരു സംഭവമാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമായിരുന്നത്. അതിപ്പോൾ പാശ്ചാത്യർ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓയിൽ പുള്ളിങ് എന്ന് പറയും, അതായത് എണ്ണ ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് നല്ല രീതിയിൽ എണ്ണ ഉപയോഗിച്ചുകൊണ്ട്, അത് നമ്മുടെ ഈ ആയുർവേദ സംഹിതകളിലൊക്കെ വന്നിട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു. എണ്ണ ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ പോലെയോ അല്ലെങ്കിൽ എള്ളെണ്ണ പോലെയുള്ള ചില എണ്ണകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വായ വൃത്തിയാക്കുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു മറ്റൊരു വശവും കൂടിയുണ്ട്. ഈ എണ്ണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇത് കുറച്ച് നേരം നമ്മൾ വായിൽ കൊണ്ട് നിർത്തിയിട്ട് അത് തുപ്പിക്കളയുമ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ള നിറവാകും. അതായത് വായിക്കകത്തുള്ള എല്ലാ ടോക്സിൻസും നശിപ്പിച്ചിട്ട് അതിനകത്തുള്ള നമ്മുടെ ഈ വിഷഹാരിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ അവിടുത്തെ സ്ഥിരം അംഗങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ മൈക്രോ ഓർഗാൻസ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾക്ക് ഒന്നും തന്നെ നാശം വരുത്താതെയാണ് ഈ ഓയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള കോൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. കാവലഗ്രഹ എന്നും കാവലഗന്ധൂഷ എന്നാണ് അതിനെ പറയുന്നത്. കാവലഗ്രഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വായിൽ ഇങ്ങനെ കുറച്ചു നേരം കൊണ്ട് നിർത്തുക, കവളിങ്ങനെ പെരുക്കി വയ്ക്കുക, കുറച്ചു നേരം ഒരു എണ്ണ കുറച്ചു നേരം വായിൽ കൊണ്ട് നിർത്തുന്ന കാവലഗ്രഹ. ഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഗന്ധൂഷ എന്ന് പറയുമ്പോൾ ഒന്ന് സ്വിഷിങ് ആണ്, നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് കുലിക്കുഴിയുക എന്ന് പറയുന്നതാണ് കാവല ഗന്ധൂഷ. അപ്പോൾ ഒരു കാവലഗ്രഹ ഒരു 3 മുതൽ 5 മിനിറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് ഗന്ധൂഷ ചെയ്തിട്ട് അത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യുന്നത് മോണയുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പല ഈ പറഞ്ഞതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്ന കാര്യമാണ്. ഇന്നത് വെസ്റ്റേൺ കൺട്രീസ് അത് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വെസ്റ്റേൺ ഈ പറഞ്ഞ ബയോളജി ഡെന്റിസ്ട്രി ഒക്കെ പറയുന്നിടത്ത് ഓയിൽ പുള്ളിങ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നാവിൽ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന അണുക്കളുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു നമ്മുടെ കെമിക്കൽസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ പേസ്റ്റുകളൊക്കെ നാവിൽ പറ്റുമ്പോൾ നാവിലുള്ള നല്ല ഫ്ലോറയും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പേസ്റ്റ് ഉപയോഗിക്കാതെ ബ്രഷിൻ്റെ ബാക്ക് സർഫസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം, നാവ് വൃത്തിയാക്കാം. നാവ് വൃത്തിയാക്കില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കോട്ടിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും സ്റ്റീൽ ടങ് ക്ലീനറുകളോ പ്ലാസ്റ്റിക് ടങ് ക്ലീനറുകളോ ഒഴിവാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. പ്രത്യേകിച്ച് സ്റ്റീൽ ടങ് ക്ലീനർ ആകുമ്പോഴത്തേക്കും നാവിലുള്ള ഈ ടേസ്റ്റ് ബഡുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. പുതിയൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കോപ്പർ ടങ് ക്ലീനേഴ്സ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോപ്പർ അടങ്ങിയിട്ടുള്ള ചെമ്പ് കൊണ്ടുള്ള ടങ് ക്ലീനേഴ്സ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ദിവസം ഒരു നേരം നമുക്ക് വൃത്തിയായിട്ട് നാവൊന്ന് വൃത്തിയാക്കി തന്നെ നാവിൽ കോട്ടിംഗ് ഒന്നും മാറി കിട്ടും. നാവിൽ കോട്ടിംഗ് ഇരുന്ന് കഴിഞ്ഞാലും ഇത് വായുനാറ്റത്തിന് മറ്റ് കാരണമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ പ്രോബയോട്ടിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ഓറലി ഉപയോഗിക്കാവുന്ന പ്രോബയോട്ടിക്കുകളുണ്ട്. പ്രോബയോട്ടിക്കിൻ്റെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ്. നമ്മൾ പല കെമിക്കൽസ് കാരണം നമ്മൾ ഇഷ്ടംപോലെ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോഴും നമ്മുടെ വായിലെയും വയറിലെയും നല്ല ബാക്ടീരിയ ഗണ്യമായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ പ്രോബയോട്ടിക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് വയറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ട തരത്തിലുള്ള പ്രോബയോട്ടിക് ഉണ്ട്. വായിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓറൽ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വായിൽ നമ്മൾ ഇട്ട് അലിയിക്കുന്ന തരത്തിലുള്ള ഓറൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ചില ക്യാപ്സ്യൂളുകളും ഉണ്ട്. അത് മൗത്ത് വാഷുകൾ പോലെ തന്നെ നമുക്ക് പ്രോബയോട്ടിക്കിന്റെ ലായനിയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും ഇപ്പൊ തൈരായാലും മതി. നമുക്കിപ്പോൾ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള തൈരാണെങ്കിലും കുറച്ചു നേരം വായിൽ കവിളിൽ കൊണ്ടു കഴിഞ്ഞാൽ വായ്ക്ക് ഉള്ളിൽ യോഗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ബാക്ടീരിയ തിരിച്ചു വരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്.